അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ എക്സാം നാളെയാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ട് പോവുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമ്മൾ ഇന്ന് നോക്കുന്നത് 4ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് അടുത്തിടെ നടന്ന ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയ വർഷം? ഓപ്ഷൻസ്: എ 1989, ബി 1991, സി 1994, ഡി 1997. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1991. ഇനി അടുത്ത ചോദ്യം: കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ്: എ കണ്ണൂര്, ബി തിരുവനന്തപുരം, സി തൃശ്ശൂര്, ഡി മലപ്പുറം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി മലപ്പുറം. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ നിലവിൽ പുരുഷ തടവുകാർക്കായി എത്ര തുറന്ന ജയിലുകളുണ്ട്? ഓപ്ഷൻസ്: എ 4, ബി 3, സി 2, ഡി 1. 53. ആൻസർ ഓപ്ഷൻ സി ആണ്, 2. ഇനി 84ാമത്തെ ചോദ്യം നോക്കാം. തടവ് ശിക്ഷ വിധിച്ച ഒരു തടവുകാരനെ ജില്ലാ ജയിലിൽ എത്ര കാലം പാർപ്പിക്കാവുന്നതാണ്? ഓപ്ഷൻസ്: എ 3 മാസം, ബി 1 വർഷം, സി 6 മാസം, ഡി 2 വർഷം. 84 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 6 മാസം. നിലവിലെ ജയിൽ വകുപ്പ് മേധാവി? ഓപ്ഷൻസ്: എ ബൽറാം കുമാർ ഉപാധ്യായ, ബി ഷെയ്ഖ് ദർവേസ് ഷാഹിബ്, സി അജിത് കുമാർ MR, ഡി എച്ച് വെങ്കിടേഷ്. 85 ആൻസർ ഓപ്ഷൻ എ ആണ്, ബൽറാം കുമാർ ഉപാധ്യായ, നിലവിലെ ജയിൽ വകുപ്പ് മേധാവി. 86ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? മനുഷ്യാവകാശങ്ങൾ സർക്കാർ അനുവദിച്ചവയാണ്, ബി മനുഷ്യാവകാശങ്ങൾ ഭരണഘടനയും അന്താരാഷ്ട്ര ഉടമ്പടികളും ഉറപ്പു നൽകുന്നവയാണ്, സി മനുഷ്യാവകാശങ്ങൾ സംസ്ഥാന നിയമസഭ നിർണ്ണയിക്കുന്നു, ഡി മനുഷ്യാവകാശങ്ങൾ നിയമപരമായല്ല ധാർമ്മികമായവ മാത്രമാണ്. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, മനുഷ്യാവകാശങ്ങൾ ഭരണഘടനയും അന്താരാഷ്ട്ര ഉടമ്പടികളും ഉറപ്പു നൽകുന്നവയാണ്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻ ബി ആണ്, മനുഷ്യാവകാശങ്ങൾ ഭരണഘടനയും അന്താരാഷ്ട്ര ഉടമ്പടികളും ഉറപ്പു നൽകുന്നവയാണ്. ഇനി 87ാമത്തെ ചോദ്യം നോക്കാം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് ഏത് നിയമപ്രകാരമാണ്? ഓപ്ഷൻസ്: എ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ, ബി ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങൾ, സി മനുഷ്യാവകാശ സംരക്ഷണ നിയമം, ഡി അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം. 87 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, മനുഷ്യാവകാശ സംരക്ഷണ നിയമം. ഇനി 88. താഴെ പറയുന്നവയിൽ ഏതാണ് മനുഷ്യാവകാശങ്ങളുടെ നിർവചനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നത്? ഓപ്ഷൻസ്: എ വ്യക്തിയുടെ ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ്, ബി വോട്ടവകാശം, നികുതി, തൊഴില്, സി മതപരമായ അവകാശങ്ങൾ, ഡി സാമ്പത്തിക സാമൂഹിക അവകാശങ്ങൾ. 88 ആൻസർ ഓപ്ഷൻ എ ആണ്, വ്യക്തിയുടെ ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ്. ഇവയാണ് മനുഷ്യാവകാശങ്ങളുടെ നിർവചനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നത്. ഇനി ക്വസ്റ്റ്യൻ 89 നോക്കാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? ഓപ്ഷൻ എ 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെ, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെ, 4 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെ, 5 വർഷം അല്ലെങ്കിൽ 60 വയസ്സ് തികയുന്നത് വരെ. ആൻസർ ഓപ്ഷൻ ബി ആണ്, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെ. ക്വസ്റ്റ്യൻ 90 നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തെ കമ്മീഷനിൽ നിന്ന് പുറത്താക്കാൻ അനുവദിക്കുന്നത് എപ്പോഴൊക്കെയാണ്? ഓപ്ഷൻസ്: എ കമ്മീഷൻ അംഗം പാപ്പരായി പ്രഖ്യാപിക്കപ്പെടുന്നു, ആ കാലയളവിൽ പുറത്തുനിന്നുള്ള ശമ്പളമുള്ള ജോലിയിൽ ഏർപ്പെടുന്നു, ബി അംഗം ശാരീരികമായ ബലഹീനത കാരണം അയോഗ്യനായി കണക്കാക്കപ്പെടുന്നു, അംഗത്തിന്റെ മാനസികാവസ്ഥ മോശമാണെങ്കിൽ ഒരു യോഗ്യതയുള്ള കോടതി അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓപ്ഷൻ സി അംഗം ധാർമ്മിക അരാജകത്വം ഉൾപ്പെടുന്ന ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെടുന്നുവെങ്കിൽ. ഓപ്ഷൻ ഡി വരുന്നത് മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഈ പ്രസ്താവന ഒന്നുകൂടി പഠിച്ചു വെക്കുക. മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തെ കമ്മീഷനിൽ നിന്ന് പുറത്താക്കാൻ അനുവദിക്കുന്നത് എപ്പോഴൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 3 ഓപ്ഷനും ശരിയാണ്.
ഇനി 91 വിവരാവകാശ നിയമത്തിൽ ഏത് വകുപ്പ് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഇളവ് നൽകുന്നു? ഓപ്ഷൻസ് എ വകുപ്പ് 4, ബി വകുപ്പ് 6, സി വകുപ്പ് 8(1), ഡി വകുപ്പ് 10. 91 ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, വകുപ്പ് 8(1). 92 വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 8(1)(g) പ്രകാരം ഏത് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നാണ് ഇളവ് അനുവദിക്കുന്നത്? ഓപ്ഷൻസ് എ രാഷ്ട്രത്തിന്റെ സാമ്പത്തിക താൽപര്യം സംരക്ഷിക്കാൻ, ബി വ്യക്തികളുടെ ജീവനും ശാരീരിക സുരക്ഷയും സംരക്ഷിക്കാൻ, സി സർക്കാരിന്റെ രഹസ്യരേഖകൾ സംരക്ഷിക്കാൻ, ഡി വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം നിലനിർത്താൻ. 92 ഓപ്ഷൻ ബി ആണ് വരുന്നത്, വ്യക്തികളുടെ ജീവനും ശാരീരിക സുരക്ഷയും സംരക്ഷിക്കാൻ. 93-ാമത്തെ ചോദ്യം ദേശീയ വിവരാവകാശ കമ്മീഷണർ നിയമനത്തിനുള്ള കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കുന്നത് ആരാണ്? ഓപ്ഷൻസ് എ രാഷ്ട്രപതി, ബി ലോക്സഭാ സ്പീക്കർ, സി പ്രധാനമന്ത്രി, ഡി പ്രതിപക്ഷ നേതാവ്. 93 ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രധാനമന്ത്രി. ദേശീയ വിവരാവകാശ കമ്മീഷണർ നിയമനത്തിനുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രി. 94-ാമത്തെ ചോദ്യം വിവരാവകാശ നിയമം വകുപ്പ് 9 പ്രകാരമുള്ള വിവരം നിരസിക്കൽ ഏതു തരത്തിലുള്ള പകർപ്പവകാശ ലംഘനത്തോടെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ സ്വകാര്യ വ്യക്തിയുടെ പകർപ്പവകാശം, ബി സർക്കാർ രേഖകളുടെ പകർപ്പവകാശം, സി സംസ്ഥാനത്തിന് പുറത്തുള്ള വ്യക്തിയുടെ പകർപ്പവകാശം, ഡി പ്രസാധകരുടെ പകർപ്പവകാശം മാത്രം. ഓപ്ഷൻ എ ആണ് വരുന്നത്, സ്വകാര്യ വ്യക്തിയുടെ പകർപ്പവകാശം. വിവരാവകാശ നിയമം വകുപ്പ് 9 പ്രകാരമുള്ള വിവരം നിരസിക്കൽ ഏത് തരത്തിലുള്ള പകർപ്പവകാശ ലംഘനത്തോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഓപ്ഷൻ എ സ്വകാര്യ വ്യക്തിയുടെ പകർപ്പവകാശം. 95 നോക്കാം. വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരം എന്നതിൽ ഉൾപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഓപ്ഷൻസ് എ രേഖകൾ, ഇമെയിലുകൾ, സർക്കുലറുകൾ, ഓർഡറുകൾ, ലോഗ് ബുക്കുകൾ, ബി പത്രക്കുറിപ്പുകൾ, റിപ്പോർട്ടുകൾ, സാമ്പിളുകൾ, സി ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഡാറ്റ മെറ്റീരിയൽ, ഡി മേൽപ്പറഞ്ഞവയല്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മേൽപ്പറഞ്ഞവയെല്ലാം വിവരം എന്നതിൽ ഉൾപ്പെടുന്നതാണ്. 96 ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നത് ഏതുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് എ ആക്രമണോത്സുകത, ബി മാനസിക സമ്മർദ്ദം, സി അഭിപ്രേരണ, ഡി ബുദ്ധി. ആൻസർ ഓപ്ഷൻ ബി ആണ്, മാനസിക സമ്മർദ്ദം. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് അത് മാനസിക സമ്മർദ്ദമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ 97 ഫ്രോയിഡിന്റെ സിദ്ധാന്തം അനുസരിച്ച് റിയാലിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം പ്രവർത്തിക്കുന്നത് ഏത് ഘടകമാണ്? ഓപ്ഷൻസ് എ ഇഡ്, ബി ഈഗോ, സി സൂപ്പർ ഈഗോ, ഡി ലിബിഡോ. ഓപ്ഷൻ ബി ആണ് വരുന്നത്, ഈഗോ. 98 ബുദ്ധി ബഹുമുഖ സിദ്ധാന്തത്തിൽ കൈനെസ്തെറ്റിക് എന്നത് എന്താണ്? ഓപ്ഷൻസ് എ കണക്ക് കൂട്ടാനുള്ള കഴിവ്, ബി ഭാഷാ ഉപയോഗം, സി പ്രകൃതി നിരീക്ഷണം, ഡി ശാരീരിക ചലനങ്ങൾ കഴിവോടെ നിർവഹിക്കൽ. ആൻസർ ഓപ്ഷൻ ഡി ശാരീരിക ചലനങ്ങൾ കഴിവോടെ നിർവഹിക്കൽ. ഇതാണ് ബുദ്ധി ബഹുമുഖ സിദ്ധാന്തത്തിൽ കൈനെസ്തെറ്റിക് എന്നത് അർത്ഥമാക്കുന്നത്, ശാരീരിക ചലനങ്ങൾ കഴിവോടെ നിർവഹിക്കൽ. 99-ാമത്തെ ചോദ്യമാണ് ഉത്കണ്ഠയെ ഏറ്റവും ശരിയായി വിവരിക്കുന്നത് ഇതിലേതാണ്? അമിത ആനന്ദം, ഭയം, സംഘർഷം, ചിന്ത, ശാരീരിക ശക്തി, ഉറക്കം. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ ഭയം, സംഘർഷം, ചിന്ത. ലാസ്റ്റ് ചോദ്യമാണ് 100-ാമത്തെ അഭിപ്രേരണ എന്നത് എന്തിനെ കുറിച്ചാണ്? ഓപ്ഷൻസ് എ ഉറക്കം വർദ്ധിപ്പിക്കാൻ, ബി പ്രവർത്തിക്കാനുള്ള പ്രചോദനം, സി രോഗനിർണയം, ഡി ഓർമ്മ മായ്ച്ചു കളയൽ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രവർത്തിക്കാനുള്ള പ്രചോദനം. നമ്മൾ 20 ക്വസ്റ്റ്യൻ ആൻസർ കണ്ടു, സ്പെഷ്യൽ ടോപ്പിക്. ടോട്ടൽ നമ്മൾ 4 ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാവരും അത് നോക്കി പോകണം. ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും താങ്ക് യു.